മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭാര്യ കമലാ വിജയന്റെയും വരുമാനത്തിന് പിന്നാലെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസിന്റെ സ്വത്ത് വിവരങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചർച്ചയാവുകയാണ്. മന്ത്രി റിയാസിന് ആകെ സ്വത്ത് 40 ലക്ഷത്തിൽ താഴെ. ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന് നിക്ഷേപങ്ങളും മറ്റുമായി ജംഗമ സ്വത്തുക്കൾ 4 ലക്ഷം രൂപയുടേത്. റിയാസിന്റെ പേരിൽ ഭൂമിയും കെട്ടിടങ്ങളും അടക്കം 35 ലക്ഷത്തോളം രൂപയുടെ സ്ഥാവര സ്വത്തുക്കളുമുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത്. റിയാസിന്റെ ഭാര്യ വീണയ്ക്ക് 65 ലക്ഷം രൂപ വില വരുന്ന 464 ഗ്രാം സ്വർണവും, എക്സാലോജിക്കിലെ 1 ലക്ഷം രൂപയുടെ ഓഹരിയും, കിയാലിലെ 5 ലക്ഷം രൂപയുടെ ഓഹരിയും, ലേക്കർ കമ്പനിയുടെ 11 ലക്ഷത്തോളം രൂപയുടെ ഓഹരിയും അടക്കം ആകെയുള്ളത് 86 ലക്ഷത്തിലധികം രൂപയുടെ ജംഗമ വസ്തുക്കൾ. 1 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കൾ വേറെയുമുണ്ട്. കോഴിക്കോട് നോർത്തിലെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് ബാങ്ക് ഓഹരി, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും സ്വർണവും അടക്കമുള്ളത് 7.5 കോടിയോളം രൂപയുടെ ജംഗമ സ്വത്തുക്കൾ. ഭർത്താവ് ഷോബിൻ ഷാമിന് ഈ ഇനത്തിൽ വരുന്നത് 57 ലക്ഷത്തോളം രൂപയുടെ സ്വത്ത്. 10 ലക്ഷം രൂപയുടെ കൃഷിഭൂമിയും സ്വന്തമായുണ്ട്. കെട്ടിടങ്ങളൊന്നുമില്ല. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K ജയന്തിന് നിക്ഷേപങ്ങളും സ്വർണ്ണാഭരണങ്ങളുമായി 34 ലക്ഷം രൂപയുടെയും ഭാര്യ ആര്യയ്ക്ക് 75 ലക്ഷം രൂപയുടെ സ്വത്തുണ്ട്. ഇരുവർക്ക് 33 ലക്ഷം രൂപ വിലയുള്ള ഭൂമിയും സ്വന്തമായുണ്ട്. ബാലുശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി KM സച്ചിൻ ദേവ് MLAക്ക് നിക്ഷേപങ്ങളും മറ്റുമായി 39 ലക്ഷത്തോളം രൂപയും ഭാര്യയും മുൻ തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രന് 28 ലക്ഷത്തോളം രൂപയുമാണുള്ളത്. ഇരുവരുടെയും പേരിൽ ഭൂമിയില്ല. ഇതേ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT സൂരജിന്റെ കയ്യിൽ 6300 രൂപയും ബാങ്കിൽ 1700 രൂപയുമാണുള്ളത്. ബൈക്കിന്റെ വിലയടക്കം ആകെ ജംഗമ സ്വത്ത് 25200 രൂപയുടേതാണ്. സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഇല്ല. PK ശ്യാമളയ്ക്കും ഭർത്താവ് MV ഗോവിന്ദനുമായി 1.25 കോടി രൂപയുടെ ആസ്തി. തളിപ്പറമ്പിൽ CPM സ്ഥാനാർത്ഥിയായ PK ശ്യാമളയ്ക്കും ഭർത്താവ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി 1.25 കോടി രൂപയുടെ ആസ്തി. ശ്യാമളയ്ക്ക് 32,61,778 രൂപയുടെ ആസ്തിയുണ്ട്. പാപ്പിനിശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ 5 ലക്ഷത്തിന്റെ FD, മൊറാഴ കല്യാശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ 2.5 ലക്ഷം രൂപയുടെ 2 നിക്ഷേപം, തളിപ്പറമ്പ് സബ് ട്രഷറിയിൽ 38,910 രൂപ പെൻഷൻ സേവിങ്സ്, കൈവശം 8,000 രൂപ എന്നിങ്ങനെ ഉൾപ്പെടുന്നു. 2010-ൽ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ മാരുതി സ്വിഫ്റ്റ് കാർ, 120 ഗ്രാം സ്വർണ്ണാഭരണം, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൽ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം, LIC പോളിസി എന്നിവയും സ്ഥാനാർത്ഥിക്കുണ്ട്. MV ഗോവിന്ദന് 55,48,689 രൂപയുടെ ആസ്തിയുണ്ട്. തിരുവനന്തപുരം ലെജിസ്ലേറ്റീവ് കോംപ്ലക്സ് സബ് ട്രഷറിയിൽ 1-ലേറെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉൾപ്പെടെ 41 ലക്ഷം രൂപ, മൊറാഴ കല്യാശ്ശേരി ബാങ്കിൽ 32 ലക്ഷം രൂപയുടെ FD, SBIയുടെ കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് ബ്രാഞ്ചിൽ 1,17,974 രൂപ, കൈവശം 5,000 രൂപ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൽ 10,000 രൂപ നിക്ഷേപം എന്നിവ ഇതിൽ പെടുന്നു. PK ശ്യാമളയ്ക്ക് ചാവശ്ശേരി, കൊളാരി, കുറുമത്തൂർ വില്ലേജുകളിലായി ഏകദേശ വിപണി മൂല്യം 30 ലക്ഷം രൂപ വരുന്ന 4 ഏക്കറിലധികം കൃഷിഭൂമിയുണ്ട്. ഭർത്താവിന്റെ പേരിൽ ആന്തൂർ വില്ലേജിൽ 0.46 ഏക്കർ ഭൂമിയും 8,710 ചതുരശ്രടി സ്ഥലത്ത് 2,500 ചതുരശ്രടി വിസ്തീർണമുള്ള 30 ലക്ഷം രൂപയുടെ വിപണി മൂല്യമുള്ള ഭവനവുമുണ്ട്. ശ്യാമളയുടെ പേരിൽ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസും നിലവിലുണ്ട്.